നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മാസവും ഈ മാസത്തിലെ നോമ്പും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, കാന അഹബ്ബ ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസൂമഹു ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും നോമ്പനുഷ്ഠിക്കാൻ ഇഷ്ടപ്പെട്ട മാസം ശഅബാനായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നോമ്പ് നോൽക്കുവാൻ അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് ശഅബാൻ. ഈ ഒരൊറ്റ കാരണം മതി വിശ്വാസികൾക്കൊന്നടങ്കം ശഅബാൻ മാസത്തെ സ്നേഹിക്കുവാനും ആ മാസത്തിൽ നോമ്പുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുവാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുകയും പരലോകത്തെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അപ്പോൾ നാമൊക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, പരലോകത്തെ പ്രതീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം കൃത്യമായി പിൻപറ്റുകയും ആ പ്രവാചകന്റെ ചര്യകളെ നാം പിന്തുടരുകയും ചെയ്താൽ തീർച്ചയായും പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രവാചകന്റെ ചര്യകളിൽപ്പെട്ടതായിരുന്നു ശഅബാൻ മാസത്തിന് പ്രാധാന്യം നൽകലും ആ മാസത്തിൽ ധാരാളമായി നോമ്പനുഷ്ഠിക്കലും. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സനദിലൂടെ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വലം അറഹു സ്വായിമൻ മിൻ ഷഹ്രിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാൻ കാന യസൂമു ശഅബാന കുല്ലഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ശഅബാൻ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും, അഥവാ ഐച്ഛികമായ നോമ്പാണ് ഉദ്ദേശിക്കുന്നത്, റമളാനല്ല, മറ്റൊരു മാസത്തിലും അള്ളാഹുവിന്റെ റസൂല് നോമ്പ് നോൽക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പം ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ പിൻപറ്റുന്ന ആളുകൾക്ക് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ അവർ നോമ്പുകൾ വർദ്ധിപ്പിക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ആ വിഷയത്തിൽ അവർ പിൻപറ്റുകയും ഈ മാസത്തെ അവർ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക. നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മാസവും ഈ മാസത്തിലെ നോമ്പും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഇമാം അബൂദാവൂദ് റഹിമഹു